വെഞ്ഞാറമൂട്ടിൽ നിന്നും അഫാനിൽ നിന്നും കൂട്ടക്കൊലപാതകത്തിൽ നിന്നുമൊക്കെ നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. എപ്പോഴും അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട. അഫാനെ കുറ്റം പറയാനും അല്ലെങ്കിൽ ആ കുടുംബത്തെ കുറ്റക്കാരാക്കി കാണിക്കാനും നമുക്ക് താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ എന്താണ് ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അത് കേസിന്റെ വഴിക്കും അന്വേഷണങ്ങൾ അന്വേഷണത്തിന്റെ വഴിക്കും വിട്ടേക്ക്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി നമ്മളുടെ നാട്ടിലും വീട്ടിലും അഫാന്മാർ ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മളുടെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായി കണ്ടു കളയുന്നതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പ്രത്യാഘാതം എന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. എന്നാൽ എന്താണ് നമ്മുടെ വീടുകൾക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് പറയുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കാൻ വാശി പിടിക്കുന്ന അച്ഛനും അമ്മയും. കാരണം അവർ പറയുന്നതൊക്കെ നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ. ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അല്പനേരത്തെ മൊബൈൽ കാഴ്ചയായിരിക്കും. പക്ഷെ എന്താണെന്നറിയാമോ, മുതിർന്നു വരുമ്പോൾ ഇവരുടെ വാശികൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ആ സമയത്ത് നമ്മൾ നോ പറയുമ്പോൾ അത് അവരിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനുള്ള മടി. ഇന്നത്തെ യുവജനങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഗാമോഫോബിയ. അതായത് ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ ഉള്ള വിമുഖത അല്ലെങ്കിൽ പേടി. ഇവിടെയും നമ്മൾ കാണുന്നു, ഈ ചെറുപ്പക്കാരന് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. ഇത് നമ്മളുടെ കുഞ്ഞുങ്ങളിലും ഇന്ന് വളരെ പ്രകടമായി കാണുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു കഷ്ടപ്പാടും അറിയരുത്, ബുദ്ധിമുട്ടും അറിയരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, കഷ്ടപ്പാടുകൾ അറിഞ്ഞില്ലെങ്കിൽ അവർ ജീവിതത്തിൽ നഷ്ടമായി പോകും, നിങ്ങൾക്ക് അവരെ നഷ്ടമാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര സ്വരൂപിച്ചു വെച്ചാലും എന്തെല്ലാം സമ്പാദിച്ചു കൊടുത്താലും കഷ്ടപ്പാടില്ലാത്ത ഒരു ജീവിതം അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കത്തില്ല. കാരണം ഇന്നത്തെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? രാവിലെ ഒന്ന് ഉണരുക, പല്ല് തേക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നതൊക്കെ ഇന്ന് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്തിനും ഏതിനും ഒരു ഉന്മേഷവും തോന്നാത്ത അവസ്ഥ. വിഷാദരോഗത്തിന്റെ അടിമകളായിട്ടാണ് ഇന്നത്തെ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത്. 2030 ആകുമ്പോഴത്തേക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗം വിഷാദ രോഗമാണെന്ന് ഇപ്പോഴേ ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് എന്തും സാധിച്ചു കൊടുത്തും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പെരുമാറ്റ വൈകല്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളും അവന്റെ സ്വഭാവമാ അവളുടെ സ്വഭാവമാ എന്ന് വിചാരിച്ച് നമ്മൾ മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ശ്രമിച്ചാൽ അത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ്. 18 വയസ്സാകുമ്പോഴേക്കും അവരൊരു വ്യക്തിത്വത്തിലേക്ക് വരുമ്പോൾ അവരിൽ വ്യക്തിത്വ വൈകല്യം, പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ നമുക്ക് ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. അത് എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാതെ എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വികാരങ്ങളുള്ള മനുഷ്യരായി മാറാനുള്ള സാധ്യത. അതുപോലെ പൊതുസമൂഹം നല്ലത് എന്ന് പറയുന്ന, പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും ഒന്നും അവർക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള പേഴ്സണാലിറ്റി. ഇത് മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വേദനയെ മനസ്സിലാക്കാൻ, അവരോട് താതാത്മ്യപ്പെടാൻ, എമ്പതറ്റിക്കലായിട്ട് മാറാൻ പറ്റാത്ത ഒരു വല്ലാത്ത ക്രൂരമായിട്ടുള്ള എൻ്റെ കാര്യം ഞാൻ മാത്രം എന്നുള്ള ഒരു സെൽഫിഷ് നേച്ചറിലേക്ക് വളരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കതിരെ കൊണ്ടുപോയി വളം വെക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ നല്ല സ്വഭാവ രൂപീകരണത്തിന് ഉടമകളാക്കി മാറ്റാൻ ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരുപാട് സ്നേഹിക്കുകയും വേണ്ട, അവരെ സ്നേഹിക്കാതിരിക്കുകയും വേണ്ട. നമ്മളുടെ വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും നമ്മളുടെ വീടിനകത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിഞ്ഞു തന്നെ കുഞ്ഞു വളരട്ടെ. അറിഞ്ഞു വളരുമ്പോൾ അതിനോടൊപ്പം തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു വൈകാരികമായിട്ടുള്ള ഇഴയെടുപ്പം നമ്മുടെ കുടുംബങ്ങൾക്കകത്തുണ്ടാകണം. സ്നേഹത്തിന്റെ നൂലുകൊണ്ട് നെയ്ത നല്ലൊരു ഇഴയെടുപ്പം നമ്മുടെ കുടുംബങ്ങൾക്കകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകില്ല. ഇല്ലെങ്കിൽ അവർ
കൂടെയുള്ളവരുടെ കൂടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ താല്പര്യപ്പെടില്ല. കണ്ടിട്ടില്ലാത്ത ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നേരം കളയാനായിരിക്കും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ചേർന്ന് നിൽക്കാനോ ചേർത്ത് പിടിക്കാനോ സാധിക്കാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ കൂടെ ചേർത്ത് നിർത്തുക, അവരുടെ കൂടെ സമയം ചെലവഴിക്കുക. നമ്മളുടെ വീട്ടിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവരും കാണട്ടെ. എപ്പോഴും ഒരു റിസപ്ഷനിസ്റ്റിനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ടവരല്ല മാതാപിതാക്കൾ. അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. നമ്മളുടെ കുടുംബങ്ങൾക്കകത്തെ വൈകാരിക ബന്ധങ്ങൾ എപ്രകാരമാണെന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയം കൊടുക്കാനും അവരെ അറിയാനും നിങ്ങൾ ശ്രമിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അവരെ തെറ്റിദ്ധാരണകൾ കൊണ്ട് അവരെ ഇല്ലാതാക്കരുത്, അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം. നിങ്ങൾ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിന്റെ സഹായം തേടുക. നമ്മളൊരു പനി വന്നാൽ ഡോക്ടറെ കാണില്ലേ? നമ്മുടെ കുഞ്ഞിന് ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ടുന്ന ചികിത്സകൾ തേടില്ലേ? ഇല്ലെങ്കിൽ നമുക്കറിയാം അത് വേറൊരു രോഗമായി അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ ജീവന് തന്നെ അത് അപകടമായി മാറുമെന്ന് അറിയാവുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു രോഗാവസ്ഥ വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായി പറ്റുന്നില്ലെങ്കിൽ, അവരെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിദഗ്ധരായ വ്യക്തികളെ സമീപിച്ച് അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാകുമ്പോൾ ചെറിയ പ്രായത്തിലാകുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നല്ല സ്വഭാവവും പെരുമാറ്റവും ആക്കി മാറ്റാനുള്ള ബിഹേവിയർ തെറാപ്പികളും മറ്റു പല തെറാപ്പികളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് അതിനോട് ചേർന്ന് നടന്നുകൊണ്ട് ചിലപ്പോൾ ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വിച്ചിട്ട പോലെ മാറ്റങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ പോലും അതിനോട് കൂടെ ചേർന്ന് നടന്ന് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന് നിങ്ങൾ പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് രക്ഷിതാക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ ആശങ്കകളും ആകുലതകളും ഒക്കെ ഞങ്ങളോട് ചോദിക്കാം, മനസ്സിലാക്കാം. പലപ്പോഴും നമ്മൾ മാതാപിതാക്കൾ ഇതൊക്കെ അടക്കി പിടിച്ച് ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മളുടെ കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിലോട്ടോ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയോ കമന്റ് ചെയ്തോ എന്ത് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംസാരിക്കാം. വിദഗ്ധരായ മാനസിക ആരോഗ്യ പ്രവർത്തകർ നിങ്ങളോട് കൂടെയുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാം, അതിനെ ഇല്ലാതെയാക്കാം. അവർക്ക് നല്ലൊരു ജീവിതവും നല്ല വ്യക്തിത്വവും നമുക്ക് നൽകാം.